Good evening. എൻ്റെ പേര് രുദ്ര കെയൽ. പിന്നെ എൻ്റെ സുഹൃത്തായ ശ്രീനന്ദ കെ വി. ഞങ്ങളുണ്ട് 9th പഠിക്കുന്നത്. ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് സമൂഹത്തിലെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കൂടിയായിട്ടാണ്. ഞങ്ങളൊരു ഉപകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്ന് പറഞ്ഞത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഫ്രം ഫ്ലഡ് ഏരിയാസ് ഇൻ റോഡ്സ്. അപ്പോൾ ഈ ഒരു ഉപകരണം എന്ന് പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്തിരുന്നത് മെറ്റീരിയൽസ് റിക്വയർഡ് എന്ന് പറഞ്ഞത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെപ്പ്, അതേപോലെ തന്നെ ഒരു ഡിറ്റക്ടർ, പിന്നെ അതേപോലെ തന്നെ ലേസർ വിത്ത് സെൻസർ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ മെയിൻലി ഇതിന് യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ചെപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിലും മോൾഡ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഡിറ്റക്ടർ എന്ന് പറയുന്നത് സ്മൂത്ത് സർഫസ് മാത്രമേ ഇത് ഡിറ്റക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കുഴികളായാലും വലിയ വലിയ തോടുകളായാലും നമുക്ക് വീഴാൻ പോവില്ല. ഇത് സ്മൂത്ത് സർഫസ് ഡിറ്റക്ട് ചെയ്ത കാരണം നമുക്ക് അത് മാത്രമേ കാണിച്ചു തരുള്ളൂ. അതേപോലെ നമ്മൾ ലേസറിലായാലും അതെ, ലേസർ സ്മൂത്ത് സർഫസ് മാത്രം നമുക്ക് കാണിച്ചു തരുള്ളൂ. പിന്നെ അലാം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം സൗണ്ടും ഒരെണ്ണം വൈബ്രേഷനും. അത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്ലഡ് ആകുമ്പോൾ നമ്മുടെ പാടപ്രദേശത്തും റോഡും വെള്ളം പാരലായിട്ട് നിൽക്കും. സോ അത് കാരണം കുറേ ആക്സിഡൻറ്റ്സ് ഇതുമൂലം ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ കേട്ടും കണ്ടും അറിഞ്ഞു വരുന്നുണ്ട്. സോ ഈ ഒരു ആക്സിഡൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഐഡിയ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഇത്. അപ്പോൾ നമ്മുടെ പെഡസ്ട്രിയൽസിന് അതേപോലെ തന്നെ നമ്മുടെ വലിയ വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കായാലും ഇത് യൂസ് ചെയ്യാം. പെഡസ്ട്രിയൽസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ചെരുപ്പിൻ്റെ ഇടയിൽ വെക്കാം. ചെരുപ്പിൻ്റെ ഇടയിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2-3 മീറ്റർ മുമ്പേ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യും. കുഴികളാണെങ്കിലും വലിയ വലിയ തോടുകൾക്ക് പോകാനാണെങ്കിലും അപ്പോൾ നമുക്കത് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഡിറ്റക്ടർ സ്മൂത്ത് സർഫസ് മാത്രമേ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് കാരണം ലേസർ അത് മാത്രം സ്മൂത്ത് സർഫസ് മാത്രം നമുക്ക് കാണിച്ചു തരുന്നു. നമ്മൾ പെട്ടെന്ന് ഒരു കുഴിയിൽ വീഴാൻ പോകാമെന്ന് വെക്കും. കുഴിയിൽ നേരെയാണ് നമ്മൾ നടന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മീറ്റർ മുമ്പേ തന്നെ ലേസർ ഓൺ ആവും. അതേപോലെ തന്നെ അലാം അടിക്കും. അപ്പോൾ നമ്മൾ അലാം പെഡസ്ട്രിയൽസിന് സെറ്റ് ചെയ്തിരിക്കുന്നത് വൈബ്രേഷനാണ്. എന്താണ്, നമ്മുടെ വെള്ളത്തിലാകുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കില്ലല്ലോ, അത് കാരണമാണ് നമ്മൾ വൈബ്രേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഇരുചക്ര വാഹനത്തിലായാലും നമുക്ക് സൗണ്ടിൻ്റെ യൂസ് ചെയ്തിരിക്കാം. പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ വാഹനങ്ങൾ, കാറ്, ടിപ്പർ, ലോറി അങ്ങനത്തെ വലിയ വലിയ വാഹനങ്ങളാകുമ്പോൾ നമുക്ക് അത് അടിയിൽ വെച്ചിട്ടുണ്ടാവും. അത് സ്പീഡോമീറ്റർ കണക്ട് ചെയ്യുന്നുണ്ടാവും. സ്പീഡോമീറ്ററിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ടാബ് വെച്ചിട്ടുണ്ടാവും. സോ ഇതിൽ നമുക്ക് നേരെയായിട്ട് കണ്ട് നമുക്ക് പോകാവുന്നതാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ടാണ് ഈ ഒരു ഐഡിയ. കുറേ ആക്സിഡൻറ്റ്സ് ഇതുമൂലം നമുക്ക് റെഡ്യൂസ് ആവും. പിന്നെ ഗവൺമെൻറ് ഇത് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻസ് ഒക്കെ നന്നായി കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇത് ഡ്യൂറബിലിറ്റി ആണ്. പിന്നെ നമ്മളിത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഹൈ കോസ്റ്റിലല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഐഡിയ. അപ്പോൾ നന്ദി, നമസ്കാരം.